സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നുണ്ട്. നമ്മളിതാ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഇറ്റാച്ചൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഏകദേശം എല്ലാ വർക്കും കഴിയാറായി. ഇപ്പോൾ ഇന്ന് താറിങ് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ എല്ലാ വണ്ടികൾക്കും ഇന്ന് താറിങ്ങിൻ്റെ പണിയില്ല. അപ്പോൾ നമ്മുടെ ചില വണ്ടികളൊക്കെ ഇതാ താറിങ്ങിൻ്റെ വർക്കില്ലാതെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് എന്താ വർക്ക് എന്നറിയില്ല. ഇതാട്ടോ നമ്മുടെ വണ്ടി. രാവിലെ തന്നെ ഇതാ നമ്മുടെ ഷിജിത്ത് വണ്ടിയൊക്കെ മൊത്തം കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോരോ പണിയിലാണ് കേട്ടോ. നമ്മുടെ ഷിബിയേട്ടൻ്റെ വണ്ടിയൊക്കെ ഇത് താറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹായ്, അപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിന് ഇട്ടിട്ടുണ്ട്. നമുക്കിന്ന് താറിങ്ങിൻ്റെ വർക്കില്ല. നമ്മുടെ ക്രഷറിലോട്ട് പോയിട്ട് ലോഡ് എടുത്തിട്ട് നമ്മൾ സൈഡിലോട്ട് തട്ടണം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിലോട്ട് തട്ടണം. അതാണ് നമ്മുടെ ഇന്നത്തെ പണി. അപ്പോൾ നമ്മൾ ദൂരെയായിട്ട് ഇത് ഓരോ വണ്ടികളായിട്ട് നമ്മുടെ പ്ലാന്റിൽ താറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഇറങ്ങി ഇത് അനീഷാറിന് ഒപ്പമുണ്ട്. നേരെ നമ്മുടെ കയ്യാർ ക്രഷറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. മൊത്തം ഒരു മല കയറുക ഇറങ്ങുക, ഇത് തന്നെയാണ് പരിപാടി. ഒരു വിജനമായ റോഡാണ്, കാട്ടുകൂടിയുള്ളൊരു യാത്രയാണ്. പാശാനിത വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ അധികവും മലയും അതുപോലെ തന്നെ വയലുകളാണ്. ഇപ്പൊ നമ്മൾ നേരെ മല ഇറങ്ങി ഒരു വയല് പോലത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ വീണ്ടും നമ്മൾ എന്താവും മല കയറില്ല അതിന് ചേട്ടാ. സീസൺ പുഴയുണ്ട്. ഇവിടെ ഒരു സീസൺ പുഴയുണ്ട്. ഇതില് മഴക്കാലമായാൽ മാത്രമേ വെള്ളം ഉണ്ടാവും. മഴക്കാലല്ലാത്ത വേനൽക്കാലത്ത് ഇതാ ഈ പുഴയുടെ അവസ്ഥ കാണിച്ചു തരാം. ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഇല്ല. എവിടെ നോക്കിയാലും ഈ സൈഡിൽ നോക്കിയാലും ഒരു തുള്ളി വെള്ളമില്ല. അങ്ങനത്തെ ഒരു പുഴയാണിത്. ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലൂടെ നല്ല കവിഞ്ഞൊഴുകാൻ പാകത്തിൽ വെള്ളം ഉണ്ടാവും. ഇതിന് നമ്മളിട്ട പേരാണ് സീസൺ പുഴ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതിന് ഞങ്ങളിട്ട പേരാണ് സീസൺ പുഴ. അത് എന്തുകൊണ്ടാ വെച്ചാൽ സീസണിൽ മാത്രം വെള്ളം ഉണ്ടാകുന്ന പുഴ അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മള് നേരെ വെച്ച് പിടിക്കുകയാണ്. നമുക്കിനി ക്രഷറിന് കൂടെയുള്ള വിജനമായ യാത്ര. കാട്ടില് കൂടെയുള്ള വിജനമായ യാത്ര. ആന ഇറങ്ങുമോ ഇവിടെ? ആന ഇറക്കാൻ ചാൻസ് കുറവാണ്. കുറവല്ലേ? അപ്പൊ ആനയൊന്നുള്ള കാടല്ല, അല്ലാത്ത കാടാണ്. ഇറങ്ങിയിട്ടുണ്ട്. പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ മയിലിനൊക്കെ കാണാം പോകുന്ന വഴിക്ക്. അവിടെ ഇവിടെ ആയിട്ട് ഇറങ്ങി വന്ന വഴിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. ഈ വഴിയിലോ? കഴിഞ്ഞ വഴിക്ക് ഇറങ്ങി വന്നോണ്ട് ആണോ? അപ്പൊ കാണുന്ന പോലല്ല, നമ്മുടെ കാസർഗോഡിന്റെ ഏതാണ്ട് ബോർഡർ ആയിട്ടുള്ള സ്ഥലമാണിത്. കാസർഗോഡിന്റെയും നമ്മുടെ കേരളത്തിന്റെയും കർണാടകയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. വീടോ കാര്യങ്ങളൊക്കെ വളരെ കുറവായ സ്ഥലമാണ്. ഇതുപോലത്തെ ഏരിയകളാണ് അധികവും. വീടും കാര്യങ്ങളൊക്കെ ഇല്ലാതെ മൊത്തം ഇതുപോലെ സൈഡിലോട്ടൊക്കെ കാട് പിടിച്ച് നല്ല വിജനമായിട്ട് കിടക്കുന്ന ഓരോ റോഡുകളാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ മല ഇറങ്ങി വീണ്ടും ഇത് ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ സൈഡിലൊക്കെ മൊത്തം കാട് തന്നെയാണ്. ഇനി നേരെ നമ്മളിപ്പോ ക്രഷറിലോട്ട് ഇതാ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടൗൺ എത്തും. പൈവിളിക എന്ന് പറഞ്ഞ ടൗണിലേക്ക് എത്തി. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കയറ്റം കയറി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പൈവിളിക എന്ന് പറയുന്നത് ടൗണിലേക്കാണ് എത്തിച്ചേരുന്നത്. അവിടുന്ന് നേരെ നമുക്ക് റൈറ്റ് തെറ്റി പോകണം അല്ലേ? ഇവിടെ അത്യാവശ്യം 500 മീറ്റർ കൊണ്ട് പൈവിളിക എന്നുള്ള ടൗണിലേക്ക് എത്തിച്ചേരും. അപ്പൊ പൈവളിക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് റൈറ്റ് തെറ്റിയിലാണ് നമ്മുടെ ക്രഷറിലോട്ട് പോകുന്നത്. കയ്യാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ചായയൊക്കെ ഞാൻ കുടിച്ചിട്ടില്ല. അനിച്ചാണ് കുടിച്ചത്. ഇല്ല കുടിച്ചില്ല. ഇപ്പൊ ഒരു 500 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ചായ കട. നമുക്ക് പോകുന്ന വഴിക്ക് എനിക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് ക്രഷറിലോട്ടേക്ക് പോവാൻ. അപ്പൊ നമ്മൾ ഇത് പൈവളിക ടൗണിൽ എത്തിയിട്ടുണ്ട്.
ഇവിടെ ഒന്നും ആരും ഇല്ല. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. സൂര്യൻ എന്തേ മുകളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ച് തെളിയുന്നില്ല. മഴക്കാറുള്ളതുകൊണ്ടെങ്കിൽ തെളിഞ്ഞു വരുന്നില്ല. ഈ റോഡ് എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ഉൾപ്രദേശമാണ്, ഉൾനാടൻ പ്രദേശമാണ്. അപ്പൊ ഈ ടൗണ് കഴിഞ്ഞതിന് ശേഷം, ടൗൺ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു ചെറിയൊരു സെറ്റപ്പ്, കുറച്ച് ഏരിയകളിലായിട്ട്. ഇവിടെ 100 മീറ്റർ പോകുമ്പോൾ റൈറ്റ് പോകുമ്പോൾ നമ്മൾ ക്രഷറിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഇനിയിപ്പോ ഇതാ ഈ ചേവാർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചേവാർ ഭാഗം ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ പുതുതായിട്ടൊരു ഹമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹമ്പ് ആദ്യം ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ ഇവിടുന്ന് നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്, നമ്മുടെ നേരെ ക്രഷറിലോട്ട്. അപ്പൊ വീണ്ടും നമ്മള് മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ, കാറ്റം കയറുക, കാറ്റ് ഇറങ്ങുക. അപ്പോൾ അതാ ഫ്രണ്ടിലായിട്ടൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇഷ്ടം പോലെ മരങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വീടുകൾ, അധികമൊന്നുമില്ല. വീണ്ടും നമ്മളിത് കാറ്റ് ഇറങ്ങി ഒരു വയൽപ്രദേശത്ത് എത്തും. പിന്നെയും അവിടുന്ന് എന്താ വനി ചേട്ടാ? അവിടുന്ന് ഈ കയറ്റം കയറിയ ഉടനെ നമുക്ക് ചായക്കടയാണ്. ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം. ഒക്കെ വയൽപ്രദേശമാണ് കേട്ടോ. നമ്മളിതാ വീണ്ടും കയറ്റം കയറി ഇങ്ങനെ പോവാണ്. കാറ്റ് ഇറങ്ങുക, വീണ്ടും കയറ്റം കയറുക. അതിന് അടുത്ത മല കയറി തുടങ്ങി. ചെറിയ ഒരുപാട് മലകളുണ്ട് ഈ ഏരിയയില്. അപ്പൊ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഓരോ വണ്ടികൾ ഇതാ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ചായ കുടിക്കേണ്ട തിരക്കിലായിരിക്കും. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. പിറകിൽ നമ്മുടെ വണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇതിന്റെ പിറകിലൊക്കെ അതെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സെന്റിന്റെ വണ്ടിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മുടെ കയ്യാറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാറ്. നമ്മുടെ അനീഷായിട്ട് ഇതാ വണ്ടി സൈഡാക്കിയിട്ട് വരുന്നുണ്ട്. ഹോട്ടൽ ഞാൻ കാണിച്ചു തരാം. നല്ല സെറ്റപ്പ് സ്ഥലമാണ്. ചെറിയൊരു ഹോട്ടൽ, പട്ല തട്ടുകട. ഇതാണ് നമ്മുടെ കൊച്ചു കട. അപ്പൊ എല്ലാരും തന്നെ ആണ്, എല്ലാവരും ചായ കുടിച്ച് തീർക്കുകയാണ്. സുഭാഷ് ചേട്ടനും മുരളി ചേട്ടനും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ചായയൊക്കെ കുടിച്ചു. ഇതാ കേട്ടോ ഹോട്ടല്. നമ്മുടെ ബാക്കി എല്ലാ വണ്ടിയും പോയി. ഇവിടെയുള്ള വണ്ടിയൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ഇനി നമുക്കും നേരെ ക്രഷറിലോട്ട് വെച്ച് പിടിക്കണം. കാലാവസ്ഥ അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് എങ്ങനെ? അടിപൊളി, ഒന്നും പറയല്ലേ. ചെറിയൊരു ഷോപ്പാണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ്. സ്വാദിഷ്ടമായ ദോശ. ഇവിടെ ഓരോരോ പ്രത്യേക പേരാണ്. കടമ്പ്, പിന്നെ ദോശ, പുലാവ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ആണ്. ദോശ നമ്മുടെ നാട്ടിൽ ഓൾറെഡി എല്ലാവർക്കും ഉള്ള സാധനമാണ്. പക്ഷെ പുലാവ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണി പോലത്തെ സാധനം അല്ലേ. പിന്നെ കടമ്പ് എന്ന് പറയുന്ന ഒരു ബോള് പോലത്തെ സാധനം. അങ്ങനെ ഒരു വെറൈറ്റി ഫുഡാണ് ഇവിടുത്തെ. അപ്പൊ നമ്മളിതാ നേരെ വീണ്ടും വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് സെന്റും ടീമെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ലോഡ് കയറ്റിയതിന് ശേഷം മാത്രമേ നമുക്കിനി ലോഡ് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മള് അതിന് കണക്കായിട്ട് ഇതാ പോയിക്കൊണ്ടേയിരിക്കുകയാണേ. ചേവാർ ജംഗ്ഷനാണ്. ചേവാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലം നമ്മളിതാ എത്താനായി പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ കാണാം. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൊത്തത്തിലൊരു വരണ്ട സ്ഥലം അല്ലേ. ഇതാ നമ്മൾ ഏതാണ് ഈ ഒരു സ്ഥലത്തായിട്ടുണ്ട്. സീതാങ്കൊല്ലി, കാസർഗോഡ്, ഉപ്പള, വതിയെടുക്കാന്ന് പറഞ്ഞത് ഇവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതാ ചേവാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലാണ് ക്രഷറിലേക്ക് പോകുന്നത്. ഇതാ റൈറ്റിലോട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ കയ്യാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ. അവിടെ നിന്നാണ് നമ്മുടെ ക്രഷറിലോട്ട് പോകേണ്ടത്. ഇത് സീതാങ്കൊല്ലിയിലേക്കുള്ള റോഡും അതുപോലെ തന്നെ ഇത് നമ്മുടെ കയ്യാർ ഭാഗത്തുള്ള റോഡുമാണ്. അപ്പൊ നമുക്ക് ഈ ഭാഗത്തോട്ടാണ് പോകേണ്ടത്.
അങ്ങോട്ട് റോഡൊന്ന് ചെറുതായി വരുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. മഴക്കാറ് നല്ല മഴക്കാറ്, ഒന്നും പറയില്ല. മഴ പെയ്താൽ സാധ്യതയുണ്ട്, പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇനി നമ്മുടെ സൈറ്റ് 2-3 ദിവസത്തേക്ക് ലീവായിരിക്കും അല്ലേ? വിഷു പ്രമാണിച്ച് ലീവായിരിക്കും. 16-ാം തീയതി കാലത്ത് നമ്മൾ പണി തുടങ്ങും. അപ്പോൾ 12, 13, 14, 15 ഈ വിഷുവിൻ്റെ സമയമാണ്. അപ്പോൾ വിഷു കഴിയും വരെ നമ്മളെല്ലാവരും നാട്ടിലായിരിക്കും. അപ്പോൾ 12, 13, 14 നമ്മുടെ സൈറ്റിലും ചെറിയ ചെറിയ വർക്കൊക്കെ നടക്കും. പക്ഷേ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല. 16-ന് ശേഷമാണ് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മഴ പെയ്യാൻ നല്ല രീതിയിലുള്ള ചാൻസ് കാണുന്നുണ്ട്. റോഡൊക്കെ നോക്കി, ചെറിയൊരു റോഡ് ഏതോ ഒരു ചെറിയ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഉള്ളിലൂടെയുള്ള യാത്രയാണ് നമ്മുടെ അധികവും. കാരണം നമ്മുടെ ക്രഷറും കാര്യങ്ങളൊക്കെ അതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവാറ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കയ്യാർ എന്ന് പറഞ്ഞ ടൗൺ എത്തും. ചെറിയ ടൗണാണ് കയ്യാർ. അവിടുന്ന് റൈറ്റാണ് നമുക്ക് ക്രഷറിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ക്രഷറാണ് കയ്യാർ എന്ന് പറയുന്നത്. അവിടെ ഈ ക്രഷർ യൂണിറ്റ് മാത്രമല്ല അനീഷേട്ടാ, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃഷിയുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, പിന്നെ മത്സ്യകൃഷിയുണ്ട്, ചോളം, റബ്ബർ, അങ്ങനെ കുറെ കൃഷിയായിട്ടും അവിടെ നമ്മളെ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ അവിടെ ഇന്റർലോക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഇന്റർലോക്കിന്റെ വർക്കും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പല വീട്ടിലേക്ക് വേണ്ട എല്ലാ ഭാഗത്തേക്കുള്ള ഇന്റർലോക്ക് നമ്മൾ അവിടെ നിന്നാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൈവേയുടെ ഫുട്പാത്തിലായിട്ട് വരുന്ന എല്ലാ ഇന്റർലോക്കിന്റെ വർക്കും നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് അത് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യാർ ക്രഷർ യൂണിറ്റിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ 8 ലക്ഷത്തോളം വരും ഇന്റർലോക്ക് വേണം. 8 ലക്ഷം ഇന്റർലോക്ക് കേട്ടോ. ഞാനിത് ഇപ്പാണ് അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായത് നമ്മുടെ അതേ നമ്പർ പ്ലേറ്റുള്ള ബസ് KL18 C വടകര രജിസ്ട്രേഷൻ ബസ്സാണ്. അതൊക്കെ ഈ കാസർഗോഡിന്റെ ഉള്ളിൽ ഗ്രാമങ്ങളിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് കയ്യാർ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കയ്യാർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് റൈറ്റ് ഇതാ ഈ കാണുന്ന റോഡാണ് നമുക്ക് ക്രഷറിലോട്ട് പോകേണ്ട റോഡ്. ചെറിയ ഒരു ടൗൺ ആണ് കേട്ടോ, ചെറിയൊരു ടൗണ്. അപ്പോൾ നേരെ നമ്മളിത് റൈറ്റിലോട്ട് തിരിഞ്ഞ് ഇനി നേരെ നമ്മുടെ ക്രഷർ യൂണിറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് നല്ല വയനാട്ടിൽ പോയ ഒരു വൈബാണ്. വയനാട്ടിൽ എന്താ അവസ്ഥ, അതേ ഒരു വൈബാണ്. നല്ല കാലാവസ്ഥ. വയനാട് ഇപ്പോ മഴയുണ്ടോ അനീഷേട്ടാ? നല്ല മഞ്ഞായിരിക്കും. വയനാടൊക്കെ നല്ല പൊളി വൈബായിരിക്കും കേട്ടോ. പക്ഷെ ഇത് അതുപോലെ തന്നെ ഇവിടെയും നല്ലൊരു കാലാവസ്ഥ. എന്താ, മഴ പെയ്യാതിരിക്കാനുള്ളൊരു ചാൻസ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താറിങ് പരിപാടികളൊക്കെ അവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രഷർ യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അതിമനോഹരമാണ് കേട്ടോ. നല്ല കട്ടക്ക് മഴക്കാറുണ്ട്. ഏത് സമയം ഇപ്പം മഴ പെയ്യാം. ഇതാണ് നമ്മുടെ ക്രഷർ യൂണിറ്റ്. ക്രഷറൊക്കെ പാറയൊക്കെ വരുന്നത് ഇതിൻ്റെ പിറകിലായിട്ടാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇന്റർലോക്കിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ബില്ലാക്കണം, എന്നിട്ട് വേണം ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മള് നമ്മുടെ ക്രഷർ യൂണിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ വയനാട് അനീഷേട്ടൻ ഇവിടെ ഉണ്ട്. മഴക്കാറ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അതിശക്തമായ മഴക്കാറാണ്. ഏത് നിമിഷവും മഴ പെയ്യും. ഇവിടെയൊക്കെ നല്ല ഗംഭീര വ്യൂ ആണ് കേട്ടോ. മലയും അതുപോലെ തന്നെ മഴക്കാറൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ മൊത്തം ഒരു വയനാടൻ അന്തരീക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അമ്പോ, കട്ടക്ക് മഴക്കാറല്ലേ. ഇപ്പൊ മഴ പെയ്യും. ഇതേ മൊത്തം മഴക്കാറ്. ഇന്ന് ഇവിടെ മട്ടന്. ഇന്ന് എന്തുകൊണ്ട് ഇവിടെ മട്ടൻ? ഇന്ന് വിഷുവിന് പ്രമാണിച്ച് മട്ടൻ കൊടുക്കുന്നു സ്റ്റാഫിന് മൊത്തം. അപ്പൊ വിഷു പ്രമാണിച്ച് ഇന്ന് ഇവിടെ മട്ടനും ചിക്കനും ഒക്കെ ഉണ്ട് നമ്മുടെ ക്രഷർ യൂണിറ്റിൽ. അപ്പോൾ നമ്മളിത് അവിടുന്ന് കുപ്പിക്കകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും സാധാ വെള്ളവും കിട്ടും.
മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മഴ പെയ്ത് തുടങ്ങി, മൊത്തം ഇരുട് പിടിച്ചു. നമ്മളിതാ ക്രഷറിൽ നിന്ന് സാധനം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനിച്ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. മൊത്തം മഴയൊക്കെ പെയ്ത് തുടങ്ങി. അപ്പൊ സുഹൃത്തുക്കളെ, നല്ല കിടുക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ഇറ്റാച്ചി ഇതാ ലോഡാക്കി ഇടുന്നുണ്ടേ. അപ്പൊ മുകളിലൊക്കെ ആയിട്ട് നമ്മുടെ ഓരോ വണ്ടികളായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. എല്ലായിടേക്കും നല്ല പറക്കുന്ന മഴയാണ്. പനീഷ് അടുത്ത നാട്ടിലേക്ക് പോകേണ്ട ബാഗൊക്കെ സെറ്റാക്കി തുടങ്ങി. ഇനിയിപ്പോ ഏത് നിമിഷവും നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു പെർമിഷൻ കിട്ടും. കാരണം ഓൾറെഡി നമുക്ക് വിഷുവിൻ്റെ ലീവാണ്. അപ്പോൾ മഴ പെയ്ത കാരണം ഒരു ദിവസം മുമ്പേ നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റും. ഒരു വണ്ടി ഇതാ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോഴേ നമ്മൾ ലോഡുമായിട്ട് ക്രഷറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പുറത്തൊക്കെ നല്ല മഴ തന്നെയാണ്, മഴക്കൊരു മാറ്റമില്ല. അതുപോലെ നമ്മുടെ ക്രഷറിൽ നിന്നതേ കുറച്ച് മുട്ട വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ താറാവിൻ്റെ മുട്ടകളാണ്. ഇവിടെ കൃഷിയുണ്ട്, ഒരുപാട് കോഴിയും ആടും അതുപോലെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ പോകുന്ന ഭാഗമായിട്ട് നമ്മുടെ അനീഷ് ചേട്ടൻ്റെ കുറച്ച് താറാവ് മുട്ടയൊക്കെ വാങ്ങി പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മുട്ടയൊന്നും കിട്ടിയില്ല, 7 കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ ഓരോരുത്തർ വാങ്ങിക്കൊണ്ടുപോയി. ഇവിടെയൊക്കെ ഇതാ വെള്ളക്കെട്ടായി കേട്ടോ. നല്ല രീതിയിലുള്ള മഴയാണ് ഇവിടെ പെയ്തത്. അപ്പം നമ്മുടെ സൈറ്റിലെ താറിങ്ങിൻ്റെ വർക്കൊക്കെ മിക്കവാറും സ്റ്റോപ്പായിട്ടുണ്ടാവും. ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമ്മൾ നേരെ ഇതേ നമ്മുടെ മോർത്താന ബട്ടിപ്പടവ് പ്ലാന്റിലോട്ടാണ് ഈ ലോഡും കൊണ്ട് പോകുന്നത്. അപ്പം നമ്മളിതാ ലോഡുമായി ചുരമൊക്കെ കയറി അങ്ങനെ ആക്കത്തിൽ അങ്ങനെ പോവാണ്. ഇങ്ങനെ പോകാൻ പറ്റൂ, കാരണം നല്ല ഹെവി ആയിട്ടുള്ള കയറ്റമാണ്. ഇവിടെ ഇപ്പൊ മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. അപ്പൊ സൈഡിലൊക്കെ ഇതാ അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. പക്ഷെങ്കിൽ ഇവിടെ നോക്കിയാലും ഇവിടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ചാക്ക് കണക്കിന് വേസ്റ്റ് ആണ് കൊണ്ടുപോയി തള്ളിയിട്ടുള്ളത്. പോകുന്ന വഴിക്കൊക്കെയും വേസ്റ്റിൽ ഒരു മാറ്റവും ഇല്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ കുപ്പികളൊക്കെ ഇതാ ഇവിടെ കാണാം. ഇവിടെയൊക്കെ കുപ്പികളാണ്. ഫ്രണ്ടിലായിട്ട് ഇതാ ഇവിടെയും അതേപോലെ തന്നെ വേസ്റ്റുകൾ തള്ളിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം വേസ്റ്റാണ്. അപ്പൊ നമ്മുടെ ഈ ഏരിയയിൽ കാണുന്നൊരു കാഴ്ച, ഈ കാസർഗോഡിന്റെ ഈ കർണാടകന്റെയും ബോർഡറിലുള്ള ഈ ഏരിയയിൽ കാണുന്നത് ഒരുപാട് വേസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുപോയി തലങ്ങനും വിലങ്ങനും ചാടിയിട്ടുണ്ട്. പക്ഷെ ഇതിന് യാതൊരുവിധ ഒരു നിലപാടും ഇവിടെ കാണുന്നില്ല. എല്ലാവരും വേസ്റ്റ് കാണുന്നു, ആരും ചോദിക്കുന്നു പറയുന്നൊന്നുമില്ല. അപ്പൊ നമ്മളിതാ കാറ്റൊക്കെ കാര്യം ഇങ്ങനെ പോവാണ് പതിയെ. ലൈറ്റായിട്ട് ഒരു കോട മഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഏരിയയിലാണ് പുലി ഇറങ്ങിയതെന്നാണ് നമ്മൾ അനീഷേട്ടൻ പറയുന്നത്. അനീഷേട്ടൻ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം നല്ല ലോഡാണ് നമ്മുടെ വണ്ടിക്കകത്ത്. ഇവിടെ എവിടെയോ കുറെ മുമ്പ് പുലിയൊക്കെ ഇറങ്ങിയിരുന്നു. പുലി ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മൊത്തം കാടാണ്, ആ സൈഡിലായിട്ട് മൊത്തം റബ്ബർ തോട്ടങ്ങളും ഒക്കെയാണ്. നമ്മൾ പോകുന്ന വഴിതാ റോഡിലൊക്കെ മരമൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അതാ ഇവിടെയൊക്കെ മരം പൊട്ടി. അപ്പൊ നമ്മൾ ഏതാണ്ട് നമ്മുടെ മോർത്താന പട്ടിപ്പടവായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കാറ്റൊക്കെ കയറി പോകണം കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം കാടാണ്. ഇനിയിപ്പോ മഴക്കാർ മാറിയില്ല, അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യോ ഇല്ലയൊന്നും അറിയില്ല. അപ്പൊ നമ്മളെന്തായാലും ലോഡുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെയൊക്കെ കാണാൻ അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. നമ്മളതേ ആ കാണുന്ന മലക്ക് അപ്പുറത്ത് നിന്നാണ് നമ്മുടെ ലോഡൊക്കെ എടുത്തു വരുന്നത്. അപ്പൊ നമ്മൾ ഏതാണ്ട് ഇതാ വട്ടിപ്പടവ് എത്താറായി കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടക്കുകയാണ്.
പഴയ പ്ലാന്റ് നിന്നിരുന്ന സ്ഥലമാണ് ആ കാണുന്നത്. മൊത്തം ഒഴിവാക്കി. നമ്മുടെ കോൺക്രീറ്റ് പ്ലാന്റ് ഒക്കെ ഇതേ ഇവിടെയായിരുന്നു. അതൊക്കെ ഒഴിവാക്കി. ഇപ്പൊ നമ്മുടെ ആകെ നമ്മുടെ മോർത്താന ഭാഗത്ത് നമ്മുടെ ടാറിങ്ങിന്റെ പ്ലാന്റ് മാത്രമേ ഇപ്പൊ സ്ഥിതി ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ലോഡുമായിട്ട് ഇതേ നമ്മുടെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം മഴ പെയ്ത് കുളിച്ചിരിക്കുകയാണ്. ഇതേ വെള്ളമൊക്കെ ഒലിക്കുന്നുണ്ട് സൈഡിലൂടെ. അപ്പൊ നമ്മുടെ നിതിന്റെ വണ്ടി ഇതേ ഇവിടെ ഉണ്ട്. എല്ലാവരും മഴ പെയ്ത് നാട്ടിൽ പോവാൻ പറ്റുമോ എന്നുള്ള സന്തോഷത്തിലാണ്. അപ്പൊ നമ്മള് പ്ലാന്റിലെത്തിയത് ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. മഴ വീണ്ടും പെയ്തു തുടങ്ങി. ഇതേ വെള്ളത്തിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ പ്ലാന്റൊക്കെ മൊത്തം നിശബ്ദമായി കിടക്കുകയാണ്. നമ്മുടെ വിജയാട്ടന്റെ വണ്ടിയും വിജയാട്ടൻ്റെ അവിടെ ഉണ്ട്. മൊത്തം വെള്ളമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി അമ്പലമൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. നല്ല സൂപ്പർ സ്ഥലം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ക്രഷറിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ക്രഷറിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇതാ നമ്മുടെ ലോഡർ ഇങ്ങനെ ലോഡാക്കി ഇടുകയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഒരു JCB ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്റർലോക്കിന്റെ യൂണിറ്റ് ആണ്. ഇതാ മൊത്തം ഇന്റർലോക്കിന്റെ കട്ടയൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ട്. അതേപോലെ ഇതാ ഒരു ഇറ്റാച്ച് ഇവിടെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ 20 mm മെറ്റീരിയലാണ് കയറ്റിയത്. നേരെ താഴെ നിന്ന് ലോഡ് ചെയ്തതാണ്. അവിടെ ഒരു ഇറ്റാച്ചിയുടെ കൈ കാണാം. ഇപ്പോൾ നമ്മൾ 6 ആണ് കയറ്റുന്നത്. അപ്പോൾ നമ്മളെ ലോഡറെ കൂട്ടം ഇവിടെ കാര്യമായിട്ടുള്ള ലോഡിങ്ങിലാണ്. നല്ല തകൃതിയായ ലോഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രഷറിലുള്ള കാഴ്ചകൾ. ഇത് മെസ്സാണ്. മെസ്സിലേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വിറകുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ മെറ്റീരിയൽസ് ഇങ്ങനെ അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയുടെ മുകളിലായിട്ട് ഇതൊരു വയ്യ കയറിയിട്ടുണ്ട്. ഇനി നല്ലോണം പടന്ന കൊണ്ട് ബോഡി ലെവലിൽ മൊത്തം ലെവൽ ചെയ്ത് റെഡിയാക്കും. അപ്പോൾ നമ്മുടെ ക്രഷറിൽ നിന്ന് ഇങ്ങനെയാണ് കേട്ടോ ലോഡ് കയറ്റുന്നത്. അതേപോലെ നമ്മുടെ ക്രഷറിൽ നിന്ന് പൊട്ടിച്ചിട്ട മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ആ പോകുന്നത്. അപ്പോൾ നമ്മൾ ലോഡ് ആയിട്ട് ബന്ദിയോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബന്ദിയോട് ഇപ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണ്? വെയിലൊന്നുമില്ല, മഴക്കാറ് തന്നെയാണ് കേട്ടോ.
നമ്മുടെ ഒരു വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ മന്തിയോട് നിന്ന് നമ്മുടെ കയ്യാറിന്ന് മന്തിയോടേക്ക് വരുമ്പോൾ ഉപ്പള ഭാഗത്തോട്ട് പോകണമെങ്കിൽ നേരത്തെ നമ്മുടെ ഓവർ പാസേജ് കയറി ലെഫ്റ്റിലോട്ട് പോയിട്ട് വേണം നമുക്ക് ഉപ്പള പോകാൻ. ഉപ്പള റൈറ്റിലോട്ടാണ് പോകേണ്ടത്, പക്ഷെങ്കിൽ അവിടെ റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട്, സർവീസ് റോഡിന്റെ. അതുകൊണ്ട് ഇതുപോലെ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഉപ്പള ഭാഗത്തോട്ടായിട്ട് കയറി പോവാൻ. ബൈക്ക് പോവാ. അപ്പൊ നമ്മുടെ റോഡൊക്കെ ഇതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ടാറിങ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ വർക്കൊക്കെ ഇതാ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ കുറച്ച് ഏരിയ ഇവിടെയൊക്കെ ടാറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട്. ഇനി മൊത്തം ഇതൊക്കെ ഫൈനൽ ലെവൽ ടാറിങ് ചെയ്യാനുള്ള ഏരിയ ആണ്. അപ്പൊ നമ്മളിതാ സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ പോയി ഈ സൈഡിലായിട്ട് ഇനിയിപ്പോ മെയിൻ ഗേറ്റിലോട്ട് കയറണം. ഇവിടെയൊക്കെ ഇന്റർലോക്കിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ. പോ. ഇങ്ങനെ യൂട്ടേൺ അടിച്ചിട്ട് വേണം കേട്ടോ നമ്മള് കയ്യാറിൽ നിന്ന് വരുന്ന വണ്ടികള് ഉപ്പള ഭാഗത്തോട്ടായിട്ട് പോവാനായിട്ട്. അപ്പൊ നമ്മള് പന്തിയോട് വന്നത് ഉപ്പള ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കൈക്കമ്പ അണ്ടർപാസിന്റെ മുകളിലൂടെയാണ്. അപ്പൊ ഇവിടെയൊക്കെ റോഡ് ഓപ്പൺ ആയിട്ടാണ് കേട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ പോവാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം അവിടെ ടാറിങ്ങിന്റെ വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പള ഫ്ലൈ ഓവർ വഴി നേരെ കടന്നു പോകാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഇതേ ദൂരെയായിട്ട് അവിടെ ഡൈവേഷനൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന കാണാം. അത് നമ്മുടെ ടാറിങ് വർക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഉടനെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആവും. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ലോഡൊക്കെ തട്ടി കഴിഞ്ഞു. ഇവിടെ ടാറിങ് പരിപാടികളൊന്നും ഇപ്പൊ നടക്കുന്നില്ല. ഇവിടെയൊക്കെ മഴ പെയ്ത് മൊത്തം വെള്ളം കയറി കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കയ്യാറിൽ നിന്ന് ലോഡ് എടുക്കുക, ഇവിടെ കൊണ്ടുപോയി തട്ടുക, അത് തന്നെയാണ്. അപ്പൊ നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് ലോഡുമായിട്ട് വീണ്ടും ഇങ്ങനെ വരിക ഇത് തന്നെയാണ് ഇന്നത്തെ പരിപാടി. രാവിലെ നല്ല മഴക്കാറും മഴയൊക്കെ ആയിരുന്നതാ. ഇപ്പൊ നോക്കിയതേ മൊത്തത്തില് പറ്റി വരണ്ട്, റോഡെല്ലാം നല്ല ഉണങ്ങി നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമ്മള് നേരത്തെ കാരി വന്ന ചുരാണ് കേട്ടത്. ഇതിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു തുള്ളി വെള്ളമില്ല, എല്ലാം വറ്റി വരണ്ടു. എന്നാലും കാലാവസ്ഥ മാറാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. മറിയാൻ ഇപ്പോൾ നമ്മുടെ ആകാശൊക്കെ ഈ അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റൂല അല്ലേ ചേട്ടാ? ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പെട്ടെന്ന് മാറും, പെട്ടെന്ന് വീണ്ടും സെറ്റാവും. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിലാവും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഈ ഒരു കാസർഗോഡ്, ഈ ഒരു നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഒരു മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തില്. ഇപ്പൊ എന്തായാലും നല്ല വെയിലാണ്. ഇനിയിപ്പോ വൈകുന്നേരം മഴയാവുമോ ഇല്ലയോ എന്നും നമുക്ക് പറയാനോ ഒന്നും പറ്റില്ല. കാരണം ആകാശമൊക്കെ ഇപ്പൊ നല്ല തെളിവാണ്. കുറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലടക്ക് പെട്ടെന്ന് മാറും. ഇത് ഇവിടെയൊക്കെ നോക്കിയാൽ നേരത്തൊക്കെ നല്ലോണം കുത്തി ഒലിച്ചു പോയ സ്ഥലമാണിത്. ഇവിടെ ഒന്നും മഴ പെയ്തതിന്റെ ഒരു എന്താ പറയാ, ഒരു സൂചന പോലും ഇല്ല.
രണ്ട് സൈഡിലും മൊത്തം കാടൊക്കെ ആയിട്ട് സുലഭമായിട്ട് കിടക്കുന്ന വഴിയാണ്. ഒരു കാടൻ പ്രദേശം എന്ന് പറയുക അല്ലേ. വീടൊക്കെ വളരെ കുറവാണ്, ചുറ്റുഭാഗത്തും നല്ല രീതിയിൽ കാടുണ്ട്. ഇതിപ്പോ താഴോട്ട് എത്തും തോറും ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഉള്ളത് കൊടും വളവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കയറ്റവും. അപ്പൊ നമ്മള് ക്രഷറിൽ നിന്ന് ലോഡുമായി ഇറങ്ങി 16 വീല് വണ്ടികളാണ് കേട്ടോ ഈ പോകുന്നത്. അത്യാവശ്യം വലിയ ഹെവി ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇപ്പോ നല്ല പവർഫുൾ ആയിട്ടുള്ള വെയിലാണ് ഇപ്പൊ ഇവിടെ. രാവിലെ നല്ല ഗംഭീരമായ മഴയായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. കാരണം വിഷുവിന്റെ ലീവാണ് നമ്മുടെ സൈറ്റില്. ഇപ്പൊ 2-3 ദിവസം നമ്മുടെ വീഡിയോ ഒന്നും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. അത് റോഡിൻ്റെതാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രഷറിൽ വിഷുവിന്റെ ഭാഗമായിട്ട് നല്ല മട്ടൻ കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറും അടിപൊളിയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീണ്ടും ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. മഴയൊക്കെ പോയി, ഇപ്പോൾ പഴയ പോലെ തന്നെ നല്ല ഇടിവെട്ട് വെയിലാണ്. അപ്പൊ നമ്മുടെ അനീഷ് ചേട്ടൻ എന്താ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ പോകാനുള്ള ഒരു സന്തോഷത്തിലാണ് മൂപ്പര്. നമ്മള് നേരെ മുമ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സെന്റ് ഉണ്ട്, അവിടുന്ന് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളും ഇവിടുന്ന് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് എണ്ണയൊക്കെ അടിച്ച് നമ്മുടെ പ്ലാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും നാട്ടിൽ പോകും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ 2-3 ദിവസം ഇവിടെ അവധിയായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ വാട്ടർ ടാങ്കറിലെ, അതായത് വെള്ളം വണ്ടിയിലെ നമ്മുടെ വിനോദേട്ടൻ, നമ്മളെല്ലാവരും പുലി എന്ന് വിളിക്കുന്ന വിനോദേട്ടൻ നമ്മുടെ ഈ വർക്കിൽ നിന്ന് വിരമിക്കുകയാണ്. 65 വയസ്സ് കഴിഞ്ഞ് ഇവിടുന്ന് വിരമിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ പാർട്ടി സ്നേഹാധാരം നമ്മുടെ പ്ലാനിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ബാക്കി എല്ലാ ടീമും അവിടെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. കേക്കൊക്കെ മുറിച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളോട് ഒരുപാട് കാലം സർവീസിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോ നമ്മുടെ ഈ വിഷു അടുപ്പിച്ചാണ് മൂപ്പറ് നമ്മുടെ ഈ വർക്കിൽ നിന്ന് ഇപ്പൊ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതാ കുഞ്ചത്തൂർ ടൗണൊക്കെ കഴിഞ്ഞ് നമ്മുടെ റോഡിലൂടെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല കട്ടക്ക് വെയിലാണ് കേട്ടോ. നമ്മുടെ റോഡ് ഒരു രക്ഷയില്ല, ഫുള്ളായിട്ട് അങ്ങോട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതാ ഈ വിഷു കഴിഞ്ഞ് ഈ ഏപ്രിൽ മാസം ലാസ്റ്റ് അവസാനിക്കുന്നതോടൊപ്പം നമ്മുടെ എല്ലാ റോഡും ഓപ്പൺ ആവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ വർക്ക് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് നമ്മുടെ പ്ലാനിൽ എത്തിയിട്ടുണ്ട്. ഈ വെള്ള ടാങ്കറിലെ വിനോദേട്ടനാണ് കേട്ടോ ഇന്ന് ഇവിടുന്ന് പോകുന്നത്. നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇവിടെ എത്തി തുടങ്ങി. നമ്മുടെ വർക്കേഴ്സിൽ ഇതാ അവിടെ ഇരിപ്പുണ്ട്. വർക്കേഴ്സ് അല്ല, നമ്മുടെ ഡ്രൈവേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ എല്ലാ വണ്ടികളും സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഇന്ന് നാട്ടിൽ പോകേണ്ട തിടുക്കപ്പാടിലാണ്. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടിലേക്ക് പോകാനായി നമ്മുടെ എല്ലാ ടീമംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
ആദ്യം ചെല്ലുന്ന മുന്നോട്ട് എന്നെ വായില വെച്ചിട്ട് പള്ളിക്കാരനെ വാശി വെച്ചിട്ട് എല്ലാവരും നാട്ടിലേക്ക് പോവാണ്. നമ്മുടെ വെള്ളം വണ്ടിയിലെ വിനോദേട്ടന നീണ്ടകാലത്തെ സർവീസിന് ശേഷം വിരമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടിയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതേ ഓരോരോ അവരവരുടെ വീട്ടുകളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ ഓരോരുത്തരുടെ വണ്ടികളൊക്കെ ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. വയനാട് പോകുന്ന ആൾക്കാരുണ്ട്, എറണാകുളത്ത് പോകുന്ന ആൾക്കാരുണ്ട്, പാലക്കാട് പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഇതിലുണ്ട് കേട്ടോ. എല്ലാവരും തിരക്കുപിടിച്ച ഓട്ടത്തിലാണ്.